ആത്മാവ് നിശ്ചലാവസ്ഥയിലുള്ള ഒരനുഭവമല്ല, ഒരു കാന്തിക തരംഗവുമല്ല. പ്രവൃത്തിയാകുന്ന ജീവനാകുന്നു, സത്യമാകുന്നു, പ്രേരണയാകുന്നു. ആത്മാവിൻ്റെ പ്രേരണയില്ലെങ്കിൽ മനുഷ്യന് യാതൊരുവിധ ഭൗതിക പുരോഗതിയും സാധ്യമല്ല. ആത്മാവ് സ്വപ്നങ്ങൾ കാണിക്കുന്നു, ശരീരം അത് ആകർഷിക്കുന്നു. ആത്മാവ് പ്രവർത്തിക്കുന്നു, ശരീരത്തെ ഉപയോഗപ്പെടുത്തുന്നു, ശരീരം ആസ്വദിക്കുന്നു. പരമാത്മാവെന്നത് സൃഷ്ടിയാകുന്നു, സൃഷ്ടിക്കുള്ള കാരണവുമാകുന്നു. ഉദാഹരണം, ഒരുവനെ സൃഷ്ടിച്ചതവൻ്റെ പിതാവാണെങ്കിൽ ആ പിതാവാകുന്നു ആ പുത്രൻ്റെ പരമാത്മാവ്. ആ പിതാവിൻ്റെ അംശമാകുന്നു പുത്രൻ. അങ്ങനെ പോകുന്നു അന്തമില്ലാതെ സൃഷ്ടി. ദൈവമെന്നാൽ പരമാത്മാവ് അഥവാ സൃഷ്ടി.